സാറേ, മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണോ? അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാൻ കാരണം കർണാടക മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വന്നിട്ടുണ്ട്. കാരണം ഈ വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ കർണാടകയുടെ ഭാഗത്തു നിന്ന് സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. ചില വീടുകൾ വച്ചു നൽകാമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴുള്ള മുഖ്യമന്ത്രി അതിനൊരു മറുപടി കൊടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് പണമില്ല എന്നാണ്. പക്ഷെ പലരും ഇത്തരത്തിൽ പണം നൽകാം, വീട് വെച്ച് നൽകാമെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി മൗനത്തിലാണ്. എന്താണ് ഇതിൽ സാറിന്റെ വ്യൂ? നമസ്കാരം. ഞാൻ പറയുന്ന വയനാട് ജൂലൈ 30-നാണ് 29 രാത്രി വെളുപ്പാങ്കാലം 30 1 മണി സമയം എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം കണക്കാക്കാം. 30-നാണ് നമുക്ക് ഇത് സംഭവം ഉണ്ടായത്. 100 ദിവസമായി. ഇന്നലെ ആയപ്പോൾ 100 ദിവസം കഴിഞ്ഞു. 101ാമത്തെ ദിവസമായി. ശരിക്കും വയനാട് പരീക്ഷയിൽ നമ്മൾ തോറ്റുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ തോൽക്കുകയാണ്. വയനാടിന് വേണ്ടി അന്ന് അവിടെ സംഭവിച്ചപ്പോൾ കേരളവും ലോകവും അങ്ങോട്ട് ഒഴുകി. ആളുകളുടെ രൂപത്തിൽ ചെന്നു, സന്നദ്ധ സേവനത്തിൻ്റെ രൂപത്തിൽ ചെന്നു, വ്യാപാരി വ്യവസായികൾ ഭക്ഷണത്തിൻ്റെയും മറ്റ് സാധനങ്ങളുടെ രൂപത്തിൽ ചെന്നു. കേരളത്തിലെ ഒരുപാട് ആളുകൾ പല രൂപത്തിൽ അവിടെ ചെന്നായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ പോയി, ഒരുപാട് പേര് എന്തെല്ലാം കൈയും മെയ്യും മഴന്ന് മലയാളികളും ലോകത്തുള്ള മലയാളികളും അങ്ങോട്ടേക്ക് ശ്രദ്ധ തിരിച്ചു. ഒരുപാട് ആളുകൾ വാഗ്ദാനം കൊടുത്തു. മോഹൻലാൽ എൻ്റെ ഒരു സംഘടനയുണ്ട്, വിശ്വ സംസ്കാര വേദി എന്ന സംസ്കൃത വേദി എന്ന് പറഞ്ഞിട്ട് അവർ കുറേ സംഭാവന പറയും. വലിയ സംഭാവനയാണ്, ചെറിയ സംഭാവനയല്ല. ഗവർണർമാർ, രാജ്യത്തെ പ്രത്യേകിച്ച് മലയാളികളായിട്ട് തന്നെ 1-2 ഗവർണർമാരുണ്ടല്ലോ, ഗവർണർമാർ, പിന്നെ മുസ്ലിം ലീഗ്, കർണാടക ഗവൺമെൻറ്, ആന്ധ്ര ഗവൺമെൻറ്, തമിഴ്നാട് ഗവൺമെൻറ്, പിന്നെ വ്യക്തികൾ, പിന്നെ സന്നദ്ധ സംഘടനകൾ, DYFI, SFI ഇല്ല തോന്നുന്നു, DYFI യുവജന സംഘടനകളാണ്, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, സേവാഭാരതി, യുവമോർച്ച, ഇങ്ങനെ തുടങ്ങി എല്ലാവരും വലിയ സംഭാവനയാണ് അവിടെ വച്ചത്, ഓഫർ വെച്ചത്. ശരിക്കും അത് കോടിക്കണക്കിന് രൂപ വരും. ഒരു ഏജൻസിയോടെ 1000 വീട് തന്നെ വേണമെങ്കിലും വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ഒരു സന്നദ്ധ സംഘടന. ഇന്നലെ ഒരു കത്ത് സിദ്ധരാമയ്യ, കർണാടക മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രിക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് 100 വീട് ഇങ്ങനെ വച്ചു തരാമെന്ന് ഞങ്ങൾ ഓഫർ ചെയ്തു, ഞങ്ങൾക്ക് ഒരു ഫർദർ കമ്മ്യൂണിക്കേഷനും കിട്ടിയില്ല, ഞങ്ങൾ ഇതെവിടെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ വയനാട് 30-ാം തീയതി ഇത് സംഭവിച്ച അന്ന് മുതൽ സാറ്റലൈറ്റ് ചാനലുകൾ ഒന്നടങ്കം ധാരാളം വാർത്തകൾ വന്നു, പത്രങ്ങളിലൊക്കെ വന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞത്, മന്ത്രി പറഞ്ഞു, മന്ത്രി രാജൻ, റവന്യൂ മന്ത്രി, കൃഷി മന്ത്രി, മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, ഇവർ ഇത്രയും പേർ കേന്ദ്രീകരിച്ചുകൊണ്ട് പറഞ്ഞ് ലോക മാതൃകയായിട്ടുള്ള ഒരു പരിപാടി അവിടെ ചെയ്യും, ലോകത്തിന് മാതൃകയായ ഒരു പുനരധിവാസം നടത്തുമെന്നാണ്. CMDRF ചീഫ് മിനിസ്റ്റർ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ CMDRF 650 കോടിയോളം രൂപ കിട്ടി. വയനാടിന് മാത്രമായി, വേറെ കോടിക്കണക്കിന് രൂപയുണ്ട്, പക്ഷേ വയനാടിന് മാത്രമായി കിട്ടി. ഒരു 700 കോടി രൂപ കേന്ദ്രത്തിൻ്റെ പൈസ കിടപ്പുണ്ട് ഇവിടെ SDRF. പക്ഷേ മുഴുവൻ പൈസയും വയനാടിനടുത്ത് ചിലവാക്കാൻ പറ്റില്ല. കാര്യം സ്റ്റേറ്റിന് മൊത്തം കൊടുത്തിരിക്കുന്ന പൈസയാണ്, അതിന് മാനദണ്ഡങ്ങളുണ്ട്. മുഴുവൻ പൈസ എടുക്കാൻ പറ്റില്ല, അത് ശരിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനൊരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, 2200 കോടിയുടെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പൈസ കൊടുക്കുന്നില്ല എന്നുള്ള തർക്കവും വാദവും ഒരു വശത്ത് ഇങ്ങനെ വഴക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് നടത്തട്ടെ, അതൊരു വശത്ത് നടക്കട്ടെ. അതിനെതിരെ ഇന്നലെ പത്രസമ്മേളനം നടത്തി. പക്ഷെ എന്തുകൊണ്ട് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നില്ല, വയനാടുള്ള കാര്യങ്ങളെ ആദ്യം മുതലേ ഞാനൊക്കെ പറയുന്ന കാര്യമാണ്. ഒരു മിഷൻ, ഒരു വയനാട് പുനരധിവാസ മിഷൻ, നല്ലൊരു മിഷൻ തുടങ്ങാമായിരുന്നു. 2, അതിനൊരു പേരിടാമായിരുന്നു. നമ്മൾ കുടുംബശ്രീ പോലെ എത്രയോ നല്ല പേരിടുന്നു, ഒരു പുനർജനി എന്നോ വയനാട് ശ്രീ എന്നോ ഒരു പേരിടാമായിരുന്നു, നല്ലൊരു പേരിടാമായിരുന്നു. അതിനൊരു നല്ല ഒരു സീനിയർ ആയിട്ടുള്ള കേശവേന്ദ്രകുമാറിനെ പോലെയുള്ള, ഞാൻ കേശവേന്ദ്രകുമാർ എന്ന് പറയാം, അദ്ദേഹം മുൻ കളക്ടറായിരുന്നു. അവിടെ മനോഹരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വൈകാരികമായ ആദിവാസികളെയൊക്കെ സംരക്ഷിച്ച ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വയനാടിനൊരു വൈകാരികത കാണിച്ച കളക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള, അദ്ദേഹമാണോ ഞാൻ പറയുന്നില്ല, ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പറയുന്നത് ശരിയാണ്, പോലെയുള്ള കുറച്ച് വൈകാരികതയും പാഷനും ഒക്കെ ഉള്ള ഒരു കളക്ടറെയും കൂടി ഒരു മിഷൻ ഡയറക്ടർ വെക്കണമായിരുന്നു. 7 to 24 hours ഒരു മിഷൻ ഓഫീസ് അവിടെ പ്രവർത്തിപ്പിക്കണമായിരുന്നു. എന്നിട്ട് 3 തരത്തിൽ ഫണ്ട് വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, കേരള സർക്കാരിൻ്റെ കയ്യിലുള്ള ഫണ്ട്, CMDRF മുഖ്യമന്ത്രി ദുരിതാശ്വാസ വഴി കിട്ടിയ ഫണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഇപ്പോൾ തന്നതിൽ എടുക്കാൻ പറ്റുന്ന ഫണ്ട്, തന്നിട്ടുണ്ട് കുറച്ച്, അതിലെടുക്കാൻ പറ്റുന്ന ഫണ്ട്, പിന്നെ ആവശ്യം അധികം വേണ്ട ചോദിക്കണം, അത് ചോദിക്കണം, തീർച്ചയായിട്ടും ചോദിക്കണം. അതോടൊപ്പമാണ് ജനങ്ങൾ കൊടുക്കുന്ന ഫണ്ട്. അവർ പലതരത്തിലുള്ള ഫണ്ടാണ് അവിടെ ഓഫർ ചെയ്തത്. ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു പ്രോജക്റ്റ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. സെൻട്രൽ ഗവൺമെന്റിന് കൊടുത്തു. PDN എന്ന് പറയുന്ന പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടത്തി
അവർക്ക് കൊടുത്തു. അതായത് ഡിസാസ്റ്റർ കഴിഞ്ഞ ശേഷം എന്തൊക്കെ വേണമെന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതാണ് 2200 കോടി രൂപയുടെ പറയുന്നത്. പക്ഷെ അല്ലാതെ ഒരു ടോട്ടൽ പ്രോജക്റ്റ് അവർ ഉണ്ടാക്കിയിട്ടില്ല. അതോടൊപ്പം മറ്റൊരു സംശയം, ഈ ദുരിതാശ്വാസ നിധിയിൽ വലിയ രീതിയിൽ ഫണ്ട് ലഭിക്കുന്നുണ്ടല്ലോ, ഇതിന്റെ ഓഡിറ്റിങ്ങും അതിനൊക്കെ കുറെ കൺഫ്യൂഷൻ, കോടതിയിലൊക്കെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നു. അല്ല, ഇതെന്താണ് അപ്പോൾ ഇതില് ശരിയായ രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ട്? അതായത് ഞാൻ പറയുന്നത്, ഇപ്പം ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ കേന്ദ്ര പദ്ധതികളുണ്ട്. NRHM, ആരോഗ്യവകുപ്പിൽ, വിദ്യാഭ്യാസ വകുപ്പിൽ, സമഗ്ര ശിക്ഷാ, ഇങ്ങനെ കുറെ അധികം പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാനത്തുണ്ട്. ഒരു പദ്ധതിയല്ല. അതിലൊന്നും കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു വെക്കുന്നില്ലയോ ഫണ്ട്? ഒരു ന്യായമായ ഒരു സാധാരണ മനുഷ്യന്റെ ചോദ്യമാണ്. ദുരന്ത നിവാരണത്തിന് മാത്രമാണ് അവിടെ തടഞ്ഞു വെക്കുന്നത്. പ്രളയകാലത്ത് നമ്മൾ ഈ പരാതി പറഞ്ഞു, ഓഖിയുടെ സമയത്ത് നമ്മൾ ഈ പരാതി വരുന്നത് നമുക്ക്. സുനാമിയുടെ കാലം കഴിഞ്ഞ്, സുനാമിക്ക് പൈസ കിട്ടിയെന്നാണ് പറഞ്ഞു. സുനാമിയുടെ കാലം കഴിഞ്ഞ് 2013 മുതൽ നമ്മൾ ഈ ദുഃഖം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുമായിട്ട് വഴക്കാണ്. ഓഡിറ്റിന്റെ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു. വകമാറ്റി ചെലവഴിച്ചതിന്റെ പ്രശ്നം, ഹെലികോപ്റ്റർ ഉൾപ്പെടെ വാങ്ങിച്ചതിന്റെ വകമാറ്റിൽ ചെലവഴിച്ചതിന്റെ ആരോപണങ്ങളുണ്ട്. ആരോപണങ്ങളാണ്. കൃത്യമായി കണക്ക് കൊടുക്കുന്നില്ല എന്നുള്ള ആരോപണമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾക്ക് UC എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, കൃത്യമായിട്ട് എല്ലാ വർഷവും കൊടുക്കണം. അതിൻ്റെ കൂടെ റിപ്പോർട്ട്, ആനുവൽ റിപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ കുറേ പ്രോസസ്സുണ്ട്. ഇതെല്ലാം പെൻഡിങ് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പോയിട്ട് തല്ലി കിട്ടിയല്ലോ. ഹൈക്കോടതി പോയിട്ട് കറക്റ്റ് അവിടുത്തെ ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കണക്കെടുക്കാൻ ഒരു മാനേജർക്ക്, സീനിയർ ആയിട്ടുള്ള ഒരു മാനേജറാണ് അദ്ദേഹം, ഫിനാൻസ് മാനേജർ എന്നുള്ള സീനിയർ മാനാണ് റവന്യൂ വകുപ്പ് എന്ന് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഫിംഗർ ടിപ്പിൽ മൊബൈലിൽ കിട്ടുമല്ലോ കണക്ക്. അദ്ദേഹമാണ് 2 ദിവസം കോടതിയിൽ പോയി വേർത്തത്. എന്നിട്ട് 10 ദിവസം സമയം ചോദിച്ചു. അടുത്ത ദിവസം വച്ചിരിക്കുകയാണ്, 13-ാം തീയതി വച്ചിരിക്കുകയാണ് കോടതി. 4-5 ദിവസം സമയം ചോദിച്ചു. എന്തിന്? കണക്കെടുക്കാൻ. എവിടത്തെ കണക്ക്? കിട്ടിയ പൈസയുടെ ചെലവെടുക്കാൻ, ബാലൻസ് എത്രയെന്ന് എടുക്കാൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇതെല്ലാം ഒരുപാട് നിഗൂഢതകൾ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. വകമാറ്റി ചെലവഴിക്കുക. ഒരു ഹെഡിൽ പറഞ്ഞിരിക്കുക, ആ ഹെഡിൽ നിന്ന് മാറ്റി ചെലവ്. പക്ഷേ ഓഡിറ്റ് ചെയ്യാക്കൂല. ആരും ഓഡിറ്റ് ചെയ്ത് കൊടുക്കത്തില്ല. നിങ്ങൾക്ക് ചായ കുടിക്കാനും പൈസ തന്നാൽ നിങ്ങൾ പോയി വസ്ത്രം വാങ്ങിച്ചാൽ തിരിച്ച് ബില്ല് കൂടെ കൊണ്ടുവരുമ്പോൾ എടുക്കത്തില്ല. നിങ്ങൾക്ക് ചായ കുടിക്കാനേ പൈസ തന്നാൽ അത് ചായ വാങ്ങാൻ, ആട്ടുകാർക്ക് ചായ വാങ്ങിച്ചു കൊടുക്കാൻ പൈസ തന്നാൽ ചായ വാങ്ങാൻ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ വകമാറ്റി ചിലപ്പോൾ ഹെഡിൽ വെച്ചിട്ടാണ് പൈസ തരുന്നത്. 3-4 ഹെഡ് വെച്ചിട്ടാണ് പൈസ തരുന്നത്. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ വേണം, അതേ ചിലവാക്കാൻ പറ്റുള്ളൂ. അങ്ങനെല്ലാം വകമാറ്റണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക ഓർഡർ വേണം. അങ്ങനെ വകമാറ്റാൻ പറ്റില്ല. പണ്ട് ഇത്തരത്തിൽ വകമാറ്റിയതായി പല വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് വകമാറ്റിയതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉൾപ്പെടെ വാങ്ങിക്കാൻ പ്രൊവിഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അവരെ അനുവാദം വാങ്ങിച്ചു വന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്, ഓഡിറ്റിന്റെ പ്രശ്നങ്ങളുണ്ട്. അതൊരു വശം നിൽക്കുന്നു. അതാണ് കേന്ദ്ര ഗവൺമെന്റായിട്ടുള്ള പ്രശ്നം. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഒരു തർക്കവും പഴക്കവും ഒക്കെ നടക്കുമ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതും കൂടെ നമ്മൾ സൂചിപ്പിച്ച് പോകണം. ഒന്ന്, ഈ ആളുകളുടെ ബാങ്ക് ലോൺ എഴുതിത്തള്ളണം. ഈ എടുത്തവർ അത് ദേശസാൽകൃത ബാങ്ക് ആണെങ്കിൽ എഴുതിത്തള്ളാൻ സെൻട്രൽ ഗവൺമെന്റാണ് എഴുതിത്തള്ളാൻ പറ്റത്തുള്ളൂ. സ്റ്റേറ്റിന് എഴുതാൻ പറ്റത്തില്ല. ഇപ്പോൾ SBIയുടെയും അതുപോലെ കാനറ ബാങ്കിന്റെ അതുപോലത്തെ ബാങ്കുകളുടെ അത് പറയാൻ കഴിയില്ല. ഈ കോടതിക്ക് ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കണക്ക് കൊടുക്കാതെ എങ്ങനെ പണം അനുവദിക്കും. അതുപോലെ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ആരെല്ലാം ലോൺ ഇത്തരം കാര്യങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത് പ്രധാനമന്ത്രി വന്നിട്ട് പോയല്ലോ. അപ്പോൾ പ്രധാനമന്ത്രി വന്നിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഗിഫ്റ്റ് മണി പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് കൊടുക്കാമായിരുന്നു. ഇതാണ് എൻ്റെ ഒബ്സർവേഷൻ. പക്ഷെ ബാക്കി പൈസ പ്രോസസ് വഴിയേ കൊടുക്കാൻ പറ്റുള്ളൂ. അതൊരു വശത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ആയിരക്കണക്കിന് കോടി രൂപ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ എന്തുമായിട്ട് വന്നു? ഈ ഓഫറുകളുമായിട്ട് വന്നു. ഈ ഓഫർ വന്നാൽ, നമുക്ക് ഗവൺമെന്റ് ഓഫർ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ടൊരു ഓഫീസറെ വെച്ച്, അതാ ഞാൻ പറഞ്ഞൊരു മിഷൻ ഡയറക്ടറെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് വിളിക്കണമായിരുന്നു, ഫോൺ ചെയ്യണമായിരുന്നു. ഇത് ശരിക്കും കർണാടക മുഖ്യമന്ത്രി നമുക്ക് കത്ത് തരയല്ലേ ചെയ്യേണ്ടിയിരുന്നത്. നമ്മൾ അങ്ങോട്ട് കത്ത് കൊടുക്കണമായിരുന്നു. നിങ്ങൾ വന്ന് ആ ദുരന്ത സമയത്ത് അവിടെ വന്നിട്ട് മുഖ്യമന്ത്രി വന്നല്ലോ, വന്നിട്ട് നിങ്ങളൊരു ഓഫർ വെച്ചല്ലോ, എന്തായെന്ന് അങ്ങോട്ട് ഫോൺ ചെയ്ത് ചോദിച്ചിട്ട് ഒരു കത്തും കൂടെ അങ്ങോട്ട് അയക്കാണ്. അതായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്. ഈഗോ അല്ല ഇത്. വേറെ ഇതിന്റെ ഈഗോ മാത്രമല്ല, ഗവൺമെന്റ് തന്നെ എല്ലാം ചെയ്യുന്നു വരുത്താനായിരിക്കും. ഇപ്പൊ കർണാടക ഗവൺമെന്റ് ചെയ്താൽ അതിന്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടും? കോൺഗ്രസിന് കിട്ടുമോ? അപ്പുറത്ത് തമിഴ്നാട് ഗവൺമെന്റ് ചെയ്താൽ സ്റ്റാലിന് കിട്ടുമോ? സ്റ്റാലിന് കിട്ടുമല്ലോ, സ്വാഭാവികമായിട്ട് സ്റ്റാലിന് കിട്ടുമല്ലോ. അത് അവിടെ വീട് വെച്ചാൽ അവർക്കെല്ലാം ക്രെഡിറ്റ് കിട്ടുള്ളൂ. മോഹൻലാൽ വീട് വെച്ചാൽ മോഹൻലാലിന് കിട്ടുമോ? ലീഗ് വീട് വെച്ചാൽ ലീഗിന് കിട്ടുമോ ക്രെഡിറ്റ് എന്ന് നോക്കി ഒരു 4-അംഗ രാഷ്ട്രീയം ഉണ്ടല്ലോ. അതല്ല വേണ്ടിയിരുന്നത്. നല്ലൊരു മിഷൻ ഡോക്യുമെന്റ് ഉണ്ടാക്കി, നല്ലൊരു വിഷൻ ഡോക്യുമെന്റ് അതിൻ്റെ പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്ത് കേന്ദ്ര ഫണ്ട് പിടിച്ച് വാങ്ങണം, മാക്സിമം പിടിച്ച് വാങ്ങണം. സ്റ്റേറ്റിന് ഒരു തർക്കമില്ല. സംസ്ഥാനത്ത് കിടക്കുന്ന ഫണ്ട് കൊടുക്കണം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് കൊടുക്കണം,
ജനങ്ങൾ ഇങ്ങനെ തരാമെന്ന് പറഞ്ഞ കുറച്ച് ആളുകളുടെ ഫണ്ടുണ്ടല്ലോ, അത് മുടക്കും. അപ്പൊ 4 സ്ട്രീം ആയില്ലേ. പോരെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? വെളിയിൽ നിന്ന് ആളുകളോട് ചോദിക്കാം. കൃത്യമായിട്ട് ചോദിച്ച പണം കൊടുക്കുന്ന സ്വഭാവക്കാരാണല്ലോ മലയാളി. NRIക്കാരോട് ചോദിക്കാം, ആരോടൊക്കെ ചോദിക്കാം. പണം കൊടുക്കുന്ന മനസ്സുള്ളവരാണ് മലയാളി, ചെറിയ ആളുകളല്ലല്ലോ. ഒരു വിദേശത്ത് നടന്ന ഒരു ചെറുപ്പക്കാരൻ ജയിലിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി എത്ര കോടിയാണ് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടല്ല ഒരാഴ്ച കൊണ്ട് പിരിച്ചത്. അതിപ്പോൾ വരാവുന്ന സ്ഥിതിയിലേക്ക് ജയിലിൽ നിന്ന് മോചിതനാവുന്ന സ്ഥിതിയിൽ. അപ്പോൾ മലയാളിക്ക് പൈസ കിട്ടാൻ പ്രത്യേകിച്ച് ദുരിതാശ്വാസ കാര്യങ്ങൾക്കൊന്നും പണം കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല മലയാളിക്ക്. അതിനെ ടാപ്പ് ചെയ്യുന്നില്ല. ടാപ്പ് ചെയ്ത് അങ്ങനെയായിരുന്നെങ്കിൽ ഈ 100 ദിവസം വേണ്ടായിരുന്നു, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ സ്ഥലമെടുപ്പ് നടന്നിട്ടില്ല, വീട് വെച്ച് കൊടുക്കാൻ 500 രൂപ വെച്ച് ദിവസം 300 രൂപ വെച്ച് ദിവസം കൊടുക്കുമായിരുന്നു വീട്ടുകാർക്ക്. അതിപ്പോൾ കൊടുക്കുന്നില്ല. 6000 രൂപ വാടകയ്ക്ക് വീടെടുത്ത് കൊടുത്തു, അത് മുടക്കി കിടക്കുന്നു. വളരെ പരിതാപകരമാണ്. ഞാൻ ആദ്യം പറഞ്ഞ വാക്കാണ് പറയുന്നത്. ഈ പരീക്ഷയിൽ നമ്മൾ തോറ്റുകൊണ്ടേയിരിക്കുന്നു, എല്ലാ വിഷയത്തിനും തോക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് രജിസ്റ്റർ ചെയ്ത് പൈസ വാങ്ങിക്കാനും നമ്മൾ തോക്കുന്നു. അടിയുണ്ടാക്കിയല്ലോ പൈസ മേടിക്കുന്നത്, ഫെഡറൽ വ്യവസ്ഥയല്ലേ. അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അവരുമായിട്ട് ചർച്ച ചെയ്ത് പൈസ വാങ്ങാൻ നമ്മൾക്കറിയില്ല, അത് നമ്മൾ ഇല്ലാതാവുന്നു. കിട്ടിയ പൈസ നന്നായി ചിലവാക്കാൻ നമുക്കറിയില്ല. വേറൊരാൾ പൈസ തരാമെന്ന് പറഞ്ഞാൽ അത് മേടിക്കാൻ അറിയത്തില്ല. എന്താണ് സമയം? എന്നിട്ട് നമ്മൾ പരസ്പരം കുറ്റം പറയും. 13-ാം തീയതി ഇവിടെ നിന്ന് റിപ്പോർട്ട് പോകുന്നു, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 15-ാം തീയതി ഹർത്താൽ നടത്തുന്നു. 2000 കോടി രൂപയുടെ ഒരു 2200 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ ഒരു സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രത്തിലേക്ക് അയക്കുന്നു. 2 ദിവസം കഴിയുമ്പോൾ പൈസ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം, ഹർത്താൽ എല്ലാവരും നടത്തി. അതങ്ങനെ ശരിയാവുന്നു? അവർക്ക് ആവശ്യത്തിന് സമയം കൊടുക്കണം. തന്നില്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഞാൻ അവരെ വശം പറയുകയല്ല, നമ്മൾ പൊളിറ്റിക്കലായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യണം. ജനങ്ങളെ ആകെ അണിനിരത്തി ഫൈറ്റ് ചെയ്യണം. പക്ഷേ അണിനിരത്തുമ്പോൾ നമ്മുടെ ഭാഗം എന്തായിരിക്കണം? ക്ലിയർ ആയിരിക്കണം. ഇത് നമ്മുടെ ഭാഗം തന്നെ ഒരുപാട് പരാധീനതകളിലൂടെയാണ് നമ്മൾ ഓടുന്നത്. പ്രത്യേകിച്ച് കത്തും കൂടെ വന്നപ്പോൾ അതിന് മറുപടിയും പറഞ്ഞില്ലല്ലോ. കത്ത് കൊടുത്തിട്ട് ഇപ്പോൾ 24 മണിക്കൂർ കൂടുതൽ കഴിഞ്ഞല്ലോ, ആരുടെയും പ്രതികരണം കണ്ടില്ലല്ലോ. അപ്പോൾ അവിടെ മൗനമാണ് ആ കാര്യത്തിൽ. അപ്പോൾ ഇത് ഒരു മുഖ്യമന്ത്രി കത്ത് കൊടുത്തോളൂ. പിന്നെ തമിഴ്നാടുണ്ട്, ആന്ധ്രയുണ്ട്, മറ്റ് ഏജൻസികളുണ്ട്, വ്യക്തികളുണ്ട്, ഒരുപാട് ആളുകൾ ഇങ്ങനെ ഓഫർ ചെയ്തിട്ടുണ്ട്. ആര് മേടിക്കാൻ? ആര് ചെയ്യാൻ? പാവം ആ ജനതയുടെ വിധി. ഇത് പരമാവധി വാങ്ങിച്ചു കൊടുത്തെങ്കിൽ, വാങ്ങിച്ചു കൊടുക്കുന്നതിൻ്റെ ക്രെഡിറ്റും കേരള സർക്കാരിന് കിട്ടുമല്ലോ. ഇത് കോർഡിനേറ്റ് ചെയ്തതിൻ്റെ ക്രെഡിറ്റും കിട്ടുമല്ലോ. അതില്ല. ഇനി പൈസ കൊണ്ടുവന്നാൽ, അതുകൂടെ പറഞ്ഞ് ലാസ്റ്റ് പോയിന്റ്, 2200 കോടി എന്ന് പറയാൻ അത്രയും കിട്ടാൻ സാധ്യതയില്ല. കാരണം അത് വെറ്റ് ചെയ്തെടുക്കും, കണക്കൂട്ടിയെടുക്കുമ്പോൾ കുറച്ച് കുറയും. കിട്ടിയാൽ എന്താ സംഭവിക്കാൻ പോണേ? പുത്തുമലയിൽ എന്താ സംഭവിച്ചത്? 25 വീട് വെച്ച് കൊടുത്താൽ 15 ഇപ്പോഴും ചോരുകയാണ്. ഓരോ മഴയത്തും ചോരും. പിന്നെ കവളപ്പാറയിൽ എവിടെയോ കൊണ്ട് അവരെ പുനരധിവസിപ്പിച്ചു. യാതൊരു ബന്ധവുമില്ല അവരുടെ ജീവിതവും ഇതുമായിട്ടൊന്നും. വളരെ മോശമായി. കുറേ ബന്ധുക്കൾക്കും പാർട്ടി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കുറേ ആളുകൾക്കും കുറേ ഉദ്യോഗസ്ഥർക്കും അർമാദിക്കാൻ വേണ്ടിയിട്ടുള്ള പണമായി ഇത് മാറുമോ എന്ന് ഈ കുട്ടിയെ കാണുമ്പോൾ തോന്നുന്നു. കുട്ടി പരീക്ഷ എഴുതി പോവുകയല്ലേ അങ്ങോട്ടും. ഇപ്പം എല്ലാ വിഷയം തോറ്റല്ലോ. പിന്നെ മെയിൻ പരീക്ഷ വരാൻ പോവുകയാണ്. ഏത് പൈസ ഒരുപാട് വരാൻ പോവുകയാണ്. മെയിൻ പരീക്ഷയിൽ ബിഗ് സീറോ ആയിരിക്കും, അർമാദിക്കലായിരിക്കും നടക്കുന്നത്. വളരെ ഗൗരവമായി കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. വയനാട് ദുരന്തം നമുക്കൊരു പാഠമാണ്, പ്രകൃതി ദുരന്തം. പക്ഷെ അതിനേക്കാൾ വലിയ പാഠമാണ് അതിൻ്റെ പുനരധിവാസത്തിൽ നടക്കുന്ന ഈ കൊള്ളയും കൊള്ളരുതായ്മകളും താളപ്പിഴയും എല്ലാം. അത് ചർച്ച ചെയ്ത് തന്നെ കേരളം മുന്നോട്ട് പോകണം. അതിലൊരു അമാന്തവും കേരളം വിചാരിച്ചു. അതിൽ BJPയും കോൺഗ്രസും പ്രതിപക്ഷവും എല്ലാ ലീഗും കേരള കോൺഗ്രസും എല്ലാ പാർട്ടികളും മറ്റെല്ലാ അജണ്ട മാറ്റിവെച്ച് ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ തോറ്റുപോവുകയാണോ? കേരളം തോറ്റുപോവുകയാണോ ഒരു വിഷയത്തിൻ്റെ മുന്നിൽ? അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാർ പോലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഒരു ദുരന്തമുണ്ടായാൽ, ഇടുക്കി അണക്കെട്ട് പോലുള്ള ഒരു അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ, സങ്കല്പമാണ് ചോദ്യം, സംഭവിച്ചാൽ എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്? ഒരു ചെറിയ പ്രദേശത്ത്, പ്രദേശം ചെറുതല്ലേ, പക്ഷേ വലിയ ദുരന്തമാണ് ഉണ്ടായത്. ഒരുപാട് ആളുകൾ മരിച്ചു, ഒരുപാട് സ്വത്ത് പോയി. ദുരന്തത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുമ്പോൾ വലുതാണ്, പക്ഷേ ചെറിയൊരു സ്ഥലത്താണ് ഉണ്ടായത്. ആ സ്ഥലത്ത് ഇത്രയും മാഗ്നിറ്റ്യൂഡിലൊരു ഒരു സംഭവം ഉണ്ടായപ്പോൾ നമുക്കത് കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു വലിയ ഡിസാസ്റ്ററിനെ കൈകാര്യം ചെയ്യുന്നത്? തീർച്ചയായിട്ടും വയനാട് നടന്ന പ്രകൃതി ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണ് നമ്മളുടെ ഭരണകൂടങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഈ ദുരന്തം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.